ത്വവീൽ 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 നീണ്ടത്, നീളമുള്ളതിന് നമ്മൾ പറയും ത്വവീൽ. ത്വവീൽ നീണ്ടത്, ത്വവീൽ നീണ്ടത് അഥവാ നീളമുള്ളത്. ഖസീർ ഖസീർ കുറിയത്, ഖസീർ കുറിയത് അതായത് നീളം കുറഞ്ഞത്. ഖസീർ കുറിയത്, ഖസീർ കുറിയത് നീളം കുറഞ്ഞത്. ത്വവീൽ നീണ്ടത് അഥവാ നീളം കൂടിയത്, നീളമുള്ളത്. ഖസീർ കുറിയത്. കബീർ കബീർ വലിയത്, വലുതെന്നും അർത്ഥം പറയും, വലുത്. കബീർ വലിയത്, സ്വഗീർ ചെറിയത്. അപ്പം വലുത് ചെറുത്, കബീർ വലുതെന്നും പറയും വലിയതെന്നും പറയും. സന്ദർഭം അനുസരിച്ച് വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. കബീർ വലിയത്, സ്വഗീർ ചെറിയത്. അടുത്തത് അരീൽ അരീൽ വീതിയുള്ളത്. അരീൽ അരീൽ വീതിയുള്ളത്. അരീൽ വീതിയുള്ളത്. അരീൽ വീതിയുള്ളത്. അരീൽ വീതിയുള്ളത്. അമീഖ് ആഴമുള്ളത്. അമീഖ് ആഴമുള്ളത്. അരീൽ വീതിയുള്ളത്, അമീഖ് ആഴമുള്ളത്. ത്വവീൽ ത്വവീൽ നീണ്ടത്. ത്വവീൽ നീണ്ടത്. ത്വവീൽ നീണ്ടത്. ഖസീർ കുറിയത്. ത്വവീൽ നീണ്ടത്. ഖസീർ കുറിയത്. കബീർ വലിയത്. സ്വഗീർ ചെറിയത്. കബീർ വലിയത്. സ്വഗീർ ചെറിയത്. അരീൽ 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 വീതിയുള്ളത്. അമീഖ് ആഴമുള്ളത്. അരീൽ വീതിയുള്ളത്. അരീൽ വീതിയുള്ളത്. അമീഖ് ആഴമുള്ളത്. ഒന്നുകൂടെ പറയാം. ത്വവീൽ നീളമുള്ളത്, അതായത് നീണ്ടത്, നീണ്ടത് അല്ലെ നീളമുള്ളത്. ത്വവീൽ. ഖസീർ കുറിയത്, അതായത് നീളം കുറഞ്ഞത്. ഖസീർ കുറിയത്. ത്വവീൽ നീണ്ടത്. ഖസീർ കുറിയത്. ത്വവീൽ നീണ്ടത്. ഖസീർ കുറിയത്. കബീർ വലിയത്. സ്വഗീർ ചെറിയത്. കബീർ വലിയത്. സ്വഗീർ ചെറിയത്. അരീൽ അരീൽ വീതിയുള്ളത്. അരീൽ അരീൽ വീതിയുള്ളത്. അമീഖ് ആഴമുള്ളത്. അരീൽ വീതിയുള്ളത്. നാം വീതിയുള്ള സാധനം, അത് വീതിയുള്ളതാ എന്ന് പറയുമ്പം അതിനുപയോഗിക്കുന്നതാണ് അരീൽ. വീതിയുള്ളത്. അമീഖ് നമ്മൾ ആഴം കണക്കാക്കി പറയുമ്പോൾ അമീഖ് എന്ന് പറയും. അമീഖ് എന്ന് പറഞ്ഞാൽ ആഴമുള്ളത്.